നമസ്കാരം. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ജോഡികൾ ആരെന്ന ചോദ്യത്തിന് ആദ്യം വരുന്ന ഉത്തരങ്ങളിലൊന്ന് മഞ്ജു വാര്യരും ദിലീപും എന്നായിരിക്കും. വളരെ ചുരുക്കം ചിത്രങ്ങളിൽ മാത്രമാണ് അവർ ഒരുമിച്ചെത്തിയതെങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ഈ ജോഡിക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു. അതുകൊണ്ടുകൂടിയാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചതും വേർപിരിഞ്ഞപ്പോൾ അത്ര തന്നെ വേദനിച്ചതും. അപ്രതീക്ഷിതമായിരുന്നു മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വേർപിരിയൽ. 2015 ഇരുവരും വിവാഹമോചനം നേടിയത്. വേർപിരിഞ്ഞ് ഏകദേശം 10 വർഷം കഴിഞ്ഞെങ്കിലും ഇരുവരുടെയും വീഡിയോയും വിവാഹമോചനവുമെല്ലാം ഇപ്പോഴും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പോക്കുന്നുണ്ട്. അത്തരത്തിൽ വേർപിരിയലിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുൻപ് മഞ്ജു വാര്യർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത്. നിരവധി ആരാധകരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തുന്നത്. ഒരു അഭിമുഖത്തിനിടെ എന്തിനാണ് വേർപിരിഞ്ഞതെന്ന ചോദ്യത്തിന് പറയാനും അറിയാനുമൊക്കെ വേദനിപ്പിക്കുന്ന മറുപടിയാണെങ്കിൽ അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് മഞ്ജു വാര്യർ മറുപടി നൽകിയത്. അത് തികച്ചും സ്വകാര്യതയാണ്. ആ സ്വകാര്യത ബഹുമാനിക്കുന്നു. എൻ്റേത് മാത്രമല്ല അദ്ദേഹത്തിൻ്റേതും. അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ മറുപടി നൽകുന്നില്ല. നടൻ എന്ന നിലയ്ക്ക് ദിലീപിൻ്റെ സിനിമകൾ കാണാറുണ്ട്, ആസ്വദിക്കാറുമുണ്ട് എന്നായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞത്. മഞ്ജുവിൻ്റെ ഈ വാക്കുകൾ സങ്കടപ്പെടുത്തിയെന്നാണ് പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ദിലീപിന് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം കൂടിയാണ് മഞ്ജു വാര്യർ എന്ന കമൻറ്റുകളും ധാരാളമുണ്ട്. മഞ്ജുവിൻ്റെ ആരാധകരുടെ കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു: മഞ്ജുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടം വന്നു. വേറെ ഏതൊരു പെണ്ണായാലും ഭർത്താവിനെ കുറ്റം പറയുകയാണ്. ഇതാണ് പെണ്ണ് നല്ലത് വരുത്തട്ടെ എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ ഈ നിലയിൽ എത്തിച്ചത് മഞ്ജു വാര്യർ തന്നെയാണ്. അതിനൊരു സംശയമില്ല. പിന്നെ വന്ന വഴിമറന്നവനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഒരു നല്ല ഫാമിലി ആയിരുന്നു. മഞ്ജുവിൻ്റെ പക്വത അല്ലെങ്കിൽ ദിലീപിന് വിവരമില്ല എന്ന് ചിന്തിച്ചു പോയി. എന്നും ദിലീപും മഞ്ജു വാര്യരുമാണ് ജനങ്ങൾക്കിഷ്ടം. അവരുടെ ആ കാലഘട്ടം. 2ാം വിവാഹം കഴിച്ചത് മുതൽ ദിലീപിന് പ്രശ്നങ്ങൾ തുടങ്ങി. പാവം ഇന്നും അയാളെ മാനിക്കുന്നുവെങ്കിൽ എന്തോരം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അയാളെ. മഞ്ജു ചേച്ചിയോട് ഇഷ്ടം മാത്രം. മഞ്ജുവിനോടും ദിലീപിന് മാപ്പ് കൊടുക്കുക എല്ലാ തെറ്റിനും. വിധി വരാൻ പോവുകയാണ്. ചിലപ്പോൾ അയാൾക്ക് ജീവപര്യന്തം 8 വർഷം ഇതായാലും ഉറപ്പാണ്. ഇനി ഗ്രീഷ്മവിധി ആവാനും സാധ്യതയുണ്ട്. അർഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഹൃദയമുള്ള പെണ്ണിനെ കിട്ടില്ല. നിഗൂഢതകളുടെ ഹൃദയമുള്ള പെണ്ണായിരിക്കും എന്നായിരുന്നു കമൻറ്റുകൾ പോകുന്നത്. അതേസമയം മഞ്ജുവിനെ വിമർശിച്ചും ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എസ്കേപ്പിംഗ് ഫ്രം റിയാലിറ്റി എന്ന എന്തിനാണ് വലിയ മാന്യത ചമയുന്നത്? തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തുണ്ട്. സ്വന്തം മകളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒറ്റയ്ക്കാക്കി പോയ നിങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. നിങ്ങളുടെ ഭാനു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കും. നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ സ്വന്തമായി വിലയിരുത്തുക. വിജയിച്ചതും തോറ്റതും ആരാണെന്ന് മനസ്സിലാകും. എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരും വലിയ ഇഷ്ടമായിരുന്നു. അയാൾ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരൊക്കെയും മനഃപൂർവ്വം അദ്ദേഹത്തെ ചതിച്ചു എന്ന് അതിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാലം കഴിയുമ്പോൾ സത്യം മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നായിരുന്നു കമൻറ്റുകൾ പോകുന്നത്. എന്തായാലും മഞ്ജുവിനെ അനുകൂലിച്ചും അത് വിമർശിച്ചും ദിലീപിനെ അനുകൂലിച്ചും വിമർശിച്ചും ഒക്കെ പല രീതിയിൽ കമൻറ്റുകൾ പോകുന്നുണ്ട്. എന്തായാലും ഇരുവരും വിവാഹമോചിതരായതിനു ശേഷം രണ്ടുപേരുടെ ലൈഫിൽ തിരക്കിൽ തന്നെയാണ്. നടിയായിക്കോട്ടെ അതുപോലെ ദിലീപ് ആയിക്കോട്ടെ, രണ്ടുപേരും അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. അതങ്ങനെ തന്നെ പോകട്ടെ. എന്തായാലും നടി ആക്രമിച്ച കേസിൻ്റെ വിധി ഉടനെ വരാൻ പോകുകയാണ്. ഈ മാസം അവസാനം തന്നെ മിക്കവാറും വിധി ഉണ്ടാകാനാണ് സാധ്യത. അതിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കാണുകയാണ് ഇപ്പോൾ ആരാധകർ.